ഒരാളെ ഗണ്ണിങ്ങനെ പിടിച്ചിട്ട് ഒരു തീവ്രവാദി പറഞ്ഞ് നീ ഇപ്പം നിന്റെ നോമ്പ് കുറിച്ചിട്ടില്ലെങ്കിൽ നിന്നെ കൊല്ലും, അങ്ങനെ പിടിച്ച് വെള്ളം കുടിപ്പിച്ചാൽ നോമ്പ് കുറിയും. ബാബുൽ ഇക്റാഹിന്റെ 3 ഷർത്ത് അറിയാലോ നമുക്ക്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മുറിയൂല. ഇപ്പം കൊല്ലുന്നാ പറഞ്ഞത്, കൊല്ലാനായൊക്കെ കഴിവുണ്ട്, അങ്ങനെയൊക്കെ. ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചപ്പോൾ ഭാര്യനും കൂടി ഇന്നോവയിൽ പോകുമ്പോൾ 2-3 ഗുണ്ടകൾ വന്നിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യനെ നമ്മളെ ചെങ്ക് കോളേജിൽ നിന്ന് നോക്കി വെച്ച് ലവ് ആക്കിയതായിരുന്നു, നീ എൻ്റെ ഓനെ കോള കെട്ടി ഇപ്പം കൊല്ലും, തൊലാക്കില്ലിൽ പിടിച്ച് തൊലാക്കിലിപ്പിച്ച് തൊലാക്കാവോ? ഇല്ല. എന്നാൽ ഒരാണിനും പെണ്ണിനും റൂമിൽ പൂട്ടിയിട്ടിട്ട് ഗണ്ണ് ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയിട്ട് ഇപ്പം കൊല്ലും 2 വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. അയ്യേ, അതെന്തൊരു വൃത്തികേട. എന്നാൽ അൽ ഗീബത്തു അശദ്ദു മിന സിനാ, മനുഷ്യന്മാരെ കുറ്റം പറയൽ വ്യഭിചാരത്തിനേക്കാൾ വലിയ തെറ്റാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. മനുഷ്യന്മാരെ കുറ്റം പറയരുത്, ആരെയും കുറ്റം പറയാം. ഇമോജി ആയാലും ശരി, ട്രോളായാലും ശരി, എന്തായാലും ശരി, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ആരെയും കുറ്റം പറയരുത്.